പേടിപ്പിക്കാൻ നോക്കരുത്, എന്തു വേണമെങ്കിലും ചെയ്തോളൂ. ബി.ജെ.പിയെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി.ജെ.പി നേതാക്കളെയും രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ ബി.ജെ.പി നേതാക്കൾ വെട്ടുകിളികളെ പോലെ രാഹുലിന് നേരെ ചാടി വീണിരുന്നു. ഇതിനുശേഷം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുവാനുള്ള നീക്കം ബി.ജെ.പി തുടങ്ങി. പിന്നാലെ രാഹുൽ ഗാന്ധി മാപ്പ് പറയുമെന്നാണ് ബി.ജെ.പി വിശ്വസിച്ചത്. എന്നാൽ അവർക്ക് തെറ്റി. രാഹുൽ ഗാന്ധി ലൈവിൽ വന്ന് പറഞ്ഞതാണ് ആദ്യം പറഞ്ഞ 2 വാചകങ്ങൾ. പേടിപ്പിക്കാൻ നോക്കരുത്, എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. ഇതോടെ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയതെന്ന് കാണാൻ സാധിക്കും. ലോക്സഭയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ബി.ജെ.പി എം.പി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ലൈവിലെത്തി കേന്ദ്ര സർക്കാരിനെ രാഹുൽ ഗാന്ധി രൂക്ഷമായി വെല്ലുവിളിച്ചത്. നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ കർഷകർക്കൊപ്പം ഉറച്ചു നിൽക്കും, ഒരടി പോലും പിന്നോട്ടില്ല. രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോൾ ഇവിടെ നാണം കെടുന്നത് ബി.ജെ.പിയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും കർഷക താൽപ്പര്യങ്ങളും കേന്ദ്ര സർക്കാർ പണയം പെടുത്തിയെന്ന രാഹുലിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ബി.ജെ.പി എം.പി നിഷികാന്ത് ദൂബെ അദ്ദേഹത്തിനെതിരെ സബ്സ്റ്റാൻറ്റീവ് മോഷൻ കൊണ്ടുവന്നത്. രാഹുൽ ഗാന്ധിയെ പാർലമെന്റ് അംഗത്വത്തിൽ നിന്ന് ഉടൻ പുറത്താക്കണമെന്നും അദ്ദേഹത്തിന്റെ അനഭിലഷണീയമായ പെരുമാറ്റത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നുമാണ് ബി.ജെ.പിയുടെ ആവശ്യം. ഇതോടെയാണ് രാഹുൽ ഗാന്ധി വലിയ രോക്ഷത്തിലേക്ക് വഴിമാറിയത്. രാഹുലിന്റെ അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി അംഗം നിഷികാന്ത് ദൂബെ സഭയിൽ സമർപ്പിച്ച പ്രമേയം സ്പീക്കർ ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ആജീവനാന്തം വിലക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ജോർജ് സോറസ് അടക്കമുള്ള രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റിയെന്നാണ് ആരോപണം. ശൂന്യവേളയിൽ വിഷയം പ്രത്യേകമായി ഉന്നയിച്ച നിഷികാന്ത് ദൂബെ ആരോപണങ്ങൾ സഭയ്ക്കകത്ത് ആവർത്തിച്ചതോടെ സഭ പ്രക്ഷുബ്ധമായിരുന്നു. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചതോടെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന കൃഷ്ണപ്രസാദ് ടെനറ്റി സഭാ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ബജറ്റ് സമ്മേളനത്തിന്റെ 1ാം ഘട്ടം വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണകക്ഷിയുടെ അസാധാരണ നീക്കം നടന്നിരിക്കുന്നത്. കളവായ പരാമർശങ്ങളടങ്ങിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നീക്കാനാവശ്യപ്പെട്ട് ബി.ജെ.പി അംഗങ്ങൾ സ്പീക്കർക്ക് കത്ത് നൽകുമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചിട്ടുണ്ട്. രാഹുലിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകാൻ പദ്ധതിയില്ലെന്ന് നിഷികാന്ത് ദൂബെ മാധ്യമങ്ങളോട് പിന്നീട് വ്യക്തമാക്കി. സോറസ് ഫൗണ്ടേഷൻ, ഫോർഡ് ഫൗണ്ടേഷൻ, USAID തുടങ്ങിയ സ്ഥാപനങ്ങളുമായി രാഹുൽ ഗാന്ധിയുടെ ബന്ധം അന്വേഷിക്കണമെന്നാണ് നിഷികാന്ത് ദൂബെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തായ്ലാന്റ്, കംബോഡിയ, വിയറ്റ്നാം, ബഹ്റൈൻ, US രാജ്യങ്ങളിലേക്കുള്ള രാഹുലിന്റെ യാത്രയും പരിശോധിക്കണമെന്നും ഇന്ത്യ വിരുദ്ധ ശക്തികളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും പരിശോധിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഔദ്യോഗിക പദവിയിലുള്ളവർക്കോ ഉന്നത അധികാര സ്ഥാനത്തുള്ളവർക്കോ എതിരെ കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിനോ ഇംപീച്ച്മെന്റിനോ സമാനമായതാണ് സബ്സ്റ്റാൻറ്റീവ് മോഷൻ. പ്രമേയം കൊണ്ടുവരുന്ന വ്യക്തി ആരോപണങ്ങൾ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തണം. ഇതിന്റെ സ്വീകാര്യത സഭയിൽ ചർച്ച ചെയ്താകും തുടർ നടപടികൾ എന്നും പറയുന്നുണ്ട്. ഇവിടെ കാണേണ്ടത് ലോക്സഭാ അംഗത്തിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നത് തന്നെ അപൂർവമായ സംഭവമാണ്. പ്രധാനമന്ത്രി ഇന്ത്യയെയും ഇന്ത്യൻ താൽപ്പര്യങ്ങളെയും വിറ്റുവെന്ന് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് കേന്ദ്രമന്ത്രിയെ ചൊടിപ്പിച്ചത്. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്? മുൻകൂർ നോട്ടീസ് നൽകാതെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെയും രാഹുൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതായും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെളിവുകളോ വാദങ്ങളോ നടപടിക്രമങ്ങളോ പാലിക്കാതെയാണ് കോൺഗ്രസ് നേതാവ് ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് റിജിജു പറഞ്ഞു. ഇതിനു പിന്നാലെ രാഹുൽ ഗാന്ധി ലൈവിലെത്തി മാപ്പ് പറയണമെന്ന ചിന്തയിലാണ് ബി.ജെ.പി നിന്നത്. എന്നാൽ ലൈവിൽ വന്ന രാഹുൽ ഗാന്ധി തന്നെ തൂക്കിലിട്ടാലും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുമെന്ന മുന്നറിയിപ്പും ബി.ജെ.പിക്ക് നൽകി കഴിഞ്ഞു.